എന്നൊക്കെ ശേഷം സുഖമാണ് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ബ്രോ ഈ നമ്മുടെ PR 10 വർഷം 15 വർഷത്തേക്കൊക്കെ മാറ്റുമോ, സിറ്റിസൺഷിപ്പ് 15 വർഷം ആക്കുമോ, 10 വർഷം ആക്കുമോ എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലെ ആശങ്ക പ്രകടിപ്പിക്കുന്ന പലരെയും നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ഇല്ലെങ്കിൽ യൂട്യൂബുകളിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഇതിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്തും പലരും ആശങ്കകൾ പ്രകടിപ്പിച്ചു. പലരും ഈ ഒരു നിയമം വരണമെന്ന് വലിയ രീതിയിൽ കമന്റ് അടിക്കുന്നത് കണ്ടു. ഈ ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. എന്നാൽ നമ്മളെപ്പോലെ ഈ അടുത്ത് കയറി വന്നവർക്കെല്ലാം തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയാണ് എന്ന് ഒരു ഡൗട്ടും ഇല്ല. കാരണം ലക്ഷങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് UK വന്ന് മര്യാദയ്ക്ക് ഒരു ജോലി കണ്ടെത്തി ആ ജോലിയിൽ നിന്ന് ഒരു PR ഒക്കെ എടുത്ത് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 8ന്റെ പണി തന്നെയാണ്. സോ അവിടെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതിൽ 2 വിഭാഗക്കാരിൽ ഒരാൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. അതായത് ഇതെല്ലാം 10-15 വർഷത്തേക്ക് മാറ്റണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സോറി ഗൈസ്, നിങ്ങൾക്കുള്ള വീഡിയോ അല്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമം ഈ അടുത്തൊന്നും വരാൻ പോകുന്നില്ല. സോ ഗൈസ്, ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ചുറ്റും സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനിലേക്ക് നേരെ ഷെയർ ചെയ്യാൻ സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ആശങ്കയിൽ ആഴ്ത്തിയ നമ്മുടെ കെമി ബാൻഡോക്കിന്റെ ഒരു പ്രസ്താവന, നമുക്കറിയാം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇപ്പോഴുള്ള നേതാവ്, അതായത് ഓപ്പോസിഷൻ പാർട്ടി നേതാവ് കെമി ബാൻഡോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെമി ബാൻഡോക്കിനെക്കാട്ടി എത്രയോ നന്നായിരുന്നു നമ്മുടെ റോബർട്ട് ജെൻഡ്രിക്, അതായത് മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു. പുള്ളിനെ കടത്തി വിട്ടിട്ടാണ് പുള്ളിക്കാരി മുന്നോട്ട് വന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ ഇല്ലീഗലായിട്ട് ഇന്ത്യക്കാർ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കണ്ട എന്നുള്ളതാണ്, ഇന്ത്യക്കാരെ തിരിച്ചയക്കണം എന്നുള്ളതായിരുന്നു. സ്വാഭാവികം, അത് ഇല്ലീഗലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിക്കാം. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ 8ന്റെ പണിയായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു PR 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തേക്ക് മാറ്റുക, സിറ്റിസൺഷിപ്പ് വീണ്ടും ഒരു 5 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷത്തേക്ക് PR ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു കെമി ബാൻഡോക്കിന്റെ. എന്നാൽ കുറച്ച് ന്യൂസുകൾ, അപ്ഡേറ്റുകളൊക്കെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ആ പ്രസ്താവന നമുക്കറിയാം, ഇവിടെ റിഫോം പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിനെയും വെട്ടി, ലേബർ പാർട്ടിനെയും വെട്ടി, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏകദേശം 57% ആളുകളുടെ പ്രോപ്പർ സപ്പോർട്ടോടുകൂടി അടുത്തൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ റിഫോം UK ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് റിഫോം പാർട്ടി. സോ അവരെ കടത്തിവിട്ടാൽ എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് കാണിക്കണ്ടേ, അല്ലേ? അത്രയേ ഉള്ളൂ. കൺസർവേറ്റീവ് പാർട്ടി കാണിച്ച ആ ഒരു മൈഗ്രേഷൻ ബില്ല്, ഇല്ലെങ്കിൽ അവരുടെ മൈഗ്രേഷൻ പോളിസി, അവർ ഇത്രയും നാൾ ഭരിച്ചതായിരുന്നു, അന്ന് കൊണ്ടുവന്നില്ലല്ലോ. ഇല്ല, അത് എല്ലാവർക്കും അറിയാം. അത് നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാം, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നടക്കാൻ പോകാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് അന്നൊന്നും കാണിച്ചില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഗിമിക്ക് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ലേബർ പാർട്ടി കാണിക്കുന്ന മാസ് ഡീപ്പോർട്ടേഷൻ, US-ന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇവിടെ ഏകദേശം 19,000, അതായത് ലേബർ പാർട്ടി ജൂലൈയിൽ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഇതുവരെയും ഏകദേശം 10-20,000 ഇല്ലീഗൽ മൈഗ്രൻസ് നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 19,000 ആളുകളെ തിരിച്ചു വിട്ടു. അതിനകത്ത് ഇന്ത്യൻ ഷോപ്പുകളിലും പലയിടത്തും നെയിൽ ബാർസിലും പെട്രോൾ ബങ്ക്സിലും അതുപോലെ പല പല സ്ഥലങ്ങളിലും റെയ്ഡുകളുണ്ടായി. ഒരുപാട് പേര് പിടിക്കപ്പെട്ടു. അവരൊക്കെ പിടിച്ചു, അതായത് ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ പിടിക്കപ്പെട്ടു, ഇവിടെ നിൽക്കുന്നവരൊക്കെ പിടിക്കപ്പെട്ടു. അതും ഇതേപോലെ തന്നെ റിഫോം പാർട്ടിയെ തടയിടേണ്ടത് വലിയൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും അടുത്തൊരു ഇലക്ഷൻ സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈ വരുന്ന ലോക്കൽ ഇലക്ഷൻ മൊത്തം തൂത്തുവാരിക്കൊണ്ട് പോകും റിഫോം പാർട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സന്തോഷ വാർത്ത ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ പലരും ന്യൂസുകളും ഇല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. കാരണം ചിലർക്കെല്ലാം ഇനി 6 മാസമുള്ളൂ, ഇനി 5 മാസമുള്ളൂ, 1 മാസമുള്ളൂ PR-ന് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ചിലർക്കെല്ലാം ഇനി 1 വർഷം 2 വർഷമൊക്കെ ടൈം ഉണ്ട് PR-ന് അപ്ലൈ ചെയ്ത്. എല്ലാം ഒരു അതേ PR കിട്ടുമെന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട. ഇപ്പോഴൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ വരാൻ പോകുന്നില്ല. ഒരു 5 വർഷത്തേക്ക്, ഒരു 4 വർഷത്തേക്ക് നിലവിൽ വരില്ല എന്ന് വേണമെങ്കിൽ ഗ്യാരണ്ടി തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി വിക്ടറി ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ്. പെട്ടെന്നൊന്നും ലേബർ പാർട്ടിയിലെ 4 MPമാർ MLAമാരൊക്കെ എതിരഭിപ്രായം ഉയർത്തിക്കൊണ്ടോ ഇല്ലെങ്കിൽ അപ്പുറത്തൊരു പാർട്ടിക്കാർ വന്നിട്ട് ഇതേപോലെ പറഞ്ഞതുകൊണ്ടോ ഇവിടെ ഒന്നും തന്നെ മാറാൻ പോകുന്നില്ല. ലേബർ പാർട്ടി പ്രോപ്പറായിട്ട് ഇപ്പോൾ ഡീപ്പോർട്ടേഷനും കാര്യങ്ങളും ഇല്ലീഗൽ മൈഗ്രൻസിനും വിസ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ നാളെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് പുറമെ ഈ ഒരു കാര്യം ഇപ്പോൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഓക്കെ, കാരണം ഇവർ ഓൾറെഡി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഈ അടുത്ത് തന്നെ നമുക്കറിയാം ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബിൽ, ഇതിനെ തുടർന്നിട്ടാണ് കെമി ബാൻഡോക്ക് ഈ പറഞ്ഞ 10 വർഷത്തിൽ നിന്ന് 15 വർഷത്തേക്ക് ആക്കണമെന്ന് പറഞ്ഞത്. എന്നാൽ ഇമിഗ്രേഷൻ ബില്ല് വന്നപ്പോൾ ഇവർ പ്രതീക്ഷിച്ചത് അല്ല അവിടെ വന്നിരിക്കുന്നത്, നേരെ തിരിഞ്ഞ്. ഇപ്പൊ ഇവർ അതുകൊണ്ടാണ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതായത് 18-15 വർഷത്തേക്ക് ആക്കണം, ഇല്ലീഗൽ മൈഗ്രൻസ് ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ വാദം. പക്ഷേ ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ല് വന്നപ്പോൾ ഇനി UK ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറുന്ന ആർക്കും
അതായത് ഈ പറഞ്ഞ കപ്പൽ മാർഗവും വണ്ടിക്ക് ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടും ഡേഞ്ചറസ് ആയിട്ട് ഉള്ളിലേക്ക് വരുന്ന ഒരാൾക്കും ഇനി ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ല. നിങ്ങൾ ഇനി എത്ര വർഷം ഇവിടെ നിന്നു എന്ന് പറഞ്ഞാൽ പോലും സിറ്റിസൺഷിപ്പ് ഇല്ല. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ അസൈലം അപ്ലൈ ചെയ്യൂ എന്ന് പറയുന്നവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്കാർക്ക് ഒന്ന് അസൈലും ഇല്ല, രണ്ട് ഇതേപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ഇല്ല. പിന്നെ ഇനി അത് മാത്രമല്ല, ക്രിമിനൽ കേസ് ഉള്ളവർക്കും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പബ്ലിക് ഫണ്ടുകളും പലതും യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം എട്ടിന്റെ പണി വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കെല്ലാം ഈ പറഞ്ഞ പി ആർ കിട്ടുമായിരിക്കും. പി ആറിന്റെ കേസ് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ സിറ്റിസൺഷിപ്പ് കിട്ടില്ല, ഇല്ലെങ്കിൽ അതിനുള്ള നിയമ ഭേദഗതിയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഗൈസ് നേരെ തിരിച്ചു പ്ലേറ്റ് ആര്, നമ്മുടെ ലേബർ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇനി ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് ഇവിടെ മറ്റേ സിറ്റിസൺഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൺസർവേറ്റീവ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു സംഭവം, ആ പോളിസി അമ്പേ പരാജയപ്പെട്ടു. പിന്നെ അതുമല്ല, ഈ പറഞ്ഞ ഇമിഗ്രേഷൻ പോളിസി ബില്ലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ലേബർ പാർട്ടി അവരുടെ അധികൃതർ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്രയും നിയമങ്ങൾ കൊണ്ടുവന്നു, ഇതൊരു ലോജിക്ക് ഇല്ലാത്ത സംഭവമാണ്, ഇനി അതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ളത് തന്നെ അപ്പൊ തന്നെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. മുളയിലേ നുള്ളുക എന്ന് പറയില്ലേ, ആ മുളയിലേ നുള്ളി അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 4 വർഷത്തേക്ക് ഇനി പ്രതീക്ഷിക്കട്ട എന്നുള്ള കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി അത് കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു 99% അങ്ങനെ കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല. അവർക്ക് എന്താണ് വേണ്ടത്, ഇല്ലീഗൽ മൈഗ്രൻസിന് ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കരുത്, ലീഗലായിട്ട് വരുന്നവർക്ക് അത് കൊടുക്കാതിരിക്കരുത് എന്നുള്ളതും അവരുടെ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ലേബർ പാർട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ട് വരാനൊന്നും പോകുന്നില്ല, ചുമ്മാ പറയുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സിറ്റിസൺഷിപ്പോ പി ആർ ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും. എല്ലാവരും ഇവിടെ കണ്ട് നിങ്ങൾ ജോലി എടുത്ത് ആ ജോലിയിൽ തന്നെ തുടർന്ന് അങ്ങോട്ട് പോവാം എന്നുള്ളതൊന്നും ആരുടെയും മൈൻഡിലില്ല. ഉണ്ടോ? ഉള്ളൊരു കമന്റ് ചെയ്തേ, ആരുടെയും മൈൻഡിലില്ല. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും പി ആർ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ പി ആർ ഇല്ല എന്ന് വിചാരിക്കും. പി ആർ ഇല്ലെങ്കിൽ, സിറ്റിസൺഷിപ്പ് തരുന്നില്ലെങ്കിൽ ഇതിൽ എത്ര പേര് ഇവിടെ നിൽക്കും? എല്ലാവരും വണ്ടി വിളിച്ച് അടുത്ത വണ്ടിക്ക് നാട്ടിൽ കാണും, അല്ലെങ്കിൽ ദുബായിലോ ഖത്തറിലോ കുവൈറ്റിലോ സൗദിയിലോ അല്ലെങ്കിൽ അടുത്ത യൂറോപ്യൻ കൺട്രി പിടിക്കാൻ നോക്കും, സിറ്റിസൺഷിപ്പ് തരുന്ന കൺട്രികൾ അല്ലെ, അല്ലെങ്കിൽ പി ആർ തരുന്ന കൺട്രികൾ. ഇനി പി ആർ മോഹിച്ചിട്ടല്ല ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നു എന്ന വാദം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊരു 100-ൽ ഒരു 2% കൊടുക്കാം, സമാധാനത്തിന് വേണ്ടിയിട്ട്. ഞാൻ വാദമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടോ. അത് മാത്രമല്ല, അപ്പോൾ ഒരാളിവിടെ കാണൂല. ഒരാളിവിടെ കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ നേഴ്സുമാർ, ഇവിടുത്തെ NHSന്റെ നെടുന്തൂണാണ്. കഴിഞ്ഞ ദിവസം ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടുത്തെ കൂടുതലും ഇമിഗ്രൻസിനെ നോക്കിയിട്ടാണ് നമ്മുടെ NHSകൾ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ NHSന്റെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നവർക്ക് വേറെ വഴിയില്ല ചേട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫണ്ടില്ല. ഫണ്ട് എടുത്ത് കൊണ്ടുവരും, ഇവരെല്ലായിടത്തും മറ്റേ ഓസ്ട്രേലിയക്ക് ചാടും. ഫണ്ട് കൊണ്ടുവന്ന് ആ ഫണ്ട് കഴിഞ്ഞ് അവർ പോയി ഓസ്ട്രേലിയക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ടോട്ടലി ഫ്രീസ് ചെയ്തു. അത് ഇനി എപ്പോൾ ഓണാകും എന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. അതോടെ ഇരിക്കട്ടെ. അപ്പോ നേഴ്സുമാർ വെച്ച് തുടങ്ങാം. നേഴ്സുമാർ പോകും എവിടേക്ക്? ഓസ്ട്രേലിയക്ക്. ഓസ്ട്രേലിയ ഇളവുകൾ കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരൊറ്റ ഒഴുക്ക അങ്ങോട്ട്. ഇല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിലും ഡയറക്റ്റ് ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ കിട്ടാനുള്ള പരിപാടികൾ തുടങ്ങും, പ്ലാനുകൾ തുടങ്ങും. മറ്റു രാജ്യങ്ങളിൽ പിടിക്കും, മാൾട്ട പോലുള്ള രാജ്യങ്ങളിലേക്ക് വീണ്ടും പിടിക്കും നേഴ്സുമാർ അല്ലേ. ഇപ്പൊ നേഴ്സുമാർ പോയേ, പിന്നെ കെയറേഴ്സ്. പി ആർ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിന് കെയറേഴ്സ്? എല്ലാവരും 5 വർഷം വർക്ക് ചെയ്തിട്ട് കെയറേഴ്സ് എടുത്തിട്ട് ബാക്കി പരിപാടി വല്ല ബിസിനസ്സും തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളാരെങ്കിലും ബിസിനസ് തുടങ്ങുമോ? എത്ര വർഷം, 10-15 വർഷം കഴിഞ്ഞിട്ട് ഇനി പി ആർ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമുക്ക് അതിനകത്തൊരു വിസ എടുത്ത് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. കാരണം വെച്ചാൽ അതിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇവന്മാർ വീണ്ടും നിയമം മാറ്റി നമുക്ക് 8ന്റെ പണി തരാനുള്ള സാധ്യതയുണ്ട്. ആരും റിസ്ക് എടുക്കില്ല, എല്ലാവരും പോകും. ബിസിനസ്സുകളും പലതും, മലയാളികളുടെ ബിസിനസ് പലതും ഇവിടെ അടക്കപ്പെടും, ഇല്ലെങ്കിൽ പലതും വിട്ടിട്ട് പോകേണ്ട സാഹചര്യം വരും. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ഇവരെന്ന് പറയുന്ന പോലെ IT, മറ്റ് ടെക്, മറ്റ് പരിപാടി, എഞ്ചിനീയറിംഗ് അവർ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും ഇവിടെ അവരുടെ ഒരു നെടുന്തൂണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺട്രിയുടെ. ഈ കൺട്രി പകുതിയും ഇപ്പോൾ ഈ പറഞ്ഞ ഇമിഗ്രൻസിനെ വെച്ചിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ലീഗലായിട്ട് വന്ന ഇമിഗ്രൻസിനെ കൊണ്ടും ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഓക്കെ, കാരണം അവരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ലീഗലായിട്ട് വരുന്ന കുറേ ആളുകൾ സ്റ്റുഡൻസിന് ഇവിടെ കിട്ടുന്നില്ല. അതാണ് മെയിൻ ഒരു ഫാക്ട്. അപ്പോൾ അത് നമ്മളോട് ചർച്ച ചെയ്യുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല. സോ ഗൈസ്, ഒരാൾ ഇവിടെ ഉണ്ടാവില്ല, എല്ലാവരും പിടിച്ച് പോവും. നാട്ടിൽ പോയി അന്തസ്സായിട്ട് ബിസിനസ് ചെയ്യും. ഇവിടെ 10, 25, 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ നാട്ടിൽ പോയിട്ട് പഴയ പരിപാടി കുറച്ചും കൂടി ഹൈടെക് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇല്ലെങ്കിൽ വല്ല ദുബായും ഗൾഫിലേക്ക് പോകും. ഇതിനെക്കാട്ടി കൂടുതൽ ശമ്പളം അവിടെ ഉണ്ട് അല്ലേ. ശമ്പളം ഉണ്ട്, ടാക്സ് പിടിക്കുന്നില്ല. ടാക്സ് പിടിക്കുന്നില്ല. അവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, PR കിട്ടുന്നില്ല എന്നുള്ളത്. ഓക്കെ, അത് ആ ഒരു പ്രശ്നം കൊണ്ടാണ് എല്ലാവരും UK-യും യൂറോപ്പിലേക്കും കയറി വരുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാ. അതൊന്നും വലിയ കാര്യമല്ല. ഇപ്പോൾ പല കൺട്രീസും അതൊക്കെ അളവുകൾ കൊണ്ടുവരുന്നുണ്ട്, ഗൾഫ് കൺട്രീസ് ആണെങ്കിലും. സോ തിരുമ്പിപ്പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ബുദ്ധിയുള്ള ഗവൺമെന്റിന് അതറിയാം. ഇപ്പോൾ എന്തൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാലും PR-ന്റെ കാര്യത്തിലും സിറ്റിസൺഷിപ്പിന്റെ കേസിലും ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ലേബർ ഗവൺമെന്റ് തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ബേജാറാവണ്ട. നിങ്ങൾ ആരുടെയൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾ ബേജാറാവുന്നുണ്ടെങ്കിൽ ചുമ്മാ വെറുതെയാണ്. ഇനിയിപ്പോൾ പലരും സന്തോഷിക്കുന്നുണ്ടാവും. ഈ 10 വർഷം 15 വർഷം ഈ രക്ഷപ്പെട്ടു എന്ന് നിങ്ങളുടെ മനസ്സിൽ
ആ ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് വിഷമമുള്ള കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരാനുള്ള സാധ്യതകൾ വെറും ഒരു 10%. അത്ര വേണമെങ്കിൽ നിങ്ങൾ വെച്ചോ സമാധാനത്തിൽ. സോ ഗൈസ്, ഈ താഴത്ത് കമന്റുമായിട്ട് വരും, ഒന്ന് പോടെ നീ പറയുന്നത്. ഇതൊക്കെ വല്ലപ്പോഴും പേപ്പറും പത്രവും ന്യൂസൊക്കെ കാണുക, വായിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനൊപ്പം ഞാനതൊക്കെ വായിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളത് കണ്ട് വിമർശിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുക ഫസ്റ്റ്. പിന്നെ UK എന്തായാലും ഈ അടുത്തൊന്നും വരാൻ പോകുന്നില്ല. ഈ അടുത്തൊന്നും കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അടുത്ത പാർട്ടി റിഫോം പാർട്ടി ആയിരിക്കും ഇലക്ഷൻ ഈ ഒരു നിലക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും വലുതും പേടിക്കണം 4 വർഷത്തിന് ശേഷം. 4 വർഷത്തിനകത്തൊക്കെ ഞങ്ങൾക്ക് ഒരു ദിവസപ്പെട്ടവരൊക്കെ ഫിയാറാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 വർഷത്തിന് ശേഷം അത് പ്രതീക്ഷിക്കാം. എന്തെങ്കിലുമൊക്കെ വരാനോ മാറ്റമോ അടുത്ത കുറച്ചും കൂടി നിയമങ്ങൾ ഘടിപ്പിക്കാനോ സാധ്യതകളുണ്ട്. ഇതാണ് ഉള്ള കാര്യം, ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ വരുവാണെങ്കിലും എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സമാധാനമില്ലേ? സമാധാനത്തിന് ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അത് ചുമ്മാ ഇതേപോലെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ കേട്ടോ. അപ്പോൾ കാണാം.